CB ഓട്ടിക്കുന്ന ഡ്രൈവർ ആവാനാണ് ആഗ്രഹം. അതിന് വീട്ടിലൊക്കെ സമ്മതിക്കോതാ? സമ്മതിച്ചില്ലെങ്കിലേ JCBയുടെ തുമ്പിക്കൈ കൊണ്ട് എന്റെ വീടിനാ കോരി തോത്തിയെടുത്ത് കളയും. നമ്മൾ തന്നെ കളി. നിനക്കെന്തിനാ JCB ഓട്ടിക്കുന്ന ഡ്രൈവർ ആവാൻ ഇത്ര ആഗ്രഹം? ഏതാ നമ്മളെ വീടിന്റെ അപ്പത്തെ JCB ഓട്ടിക്കുന്ന ബിനുമാമ ഉണ്ട്. ബിനുമാമ JCB കൊണ്ട് മണ്ണ് കോരിക്കളഞ്ഞ ഈ കാണണം ആന തന്തോന്നു വല്ലാത്ത രസം തന്നെടാ. ഓതാ. പിന്നെ JCBയുടെ മന്തി കയറിയിരിക്കുന്നതിന് വേറൊരു ഗുണം ഉണ്ട്. അതെന്തിനെ? പെമ്പിള്ളയെ നല്ലപോലെ വായി നോക്കാതാ ആരും കാണൂല. ചുമ്മാ ഈ ബിനുമാമ അങ്ങനെയുള്ളതാ എന്താ കുന്നമ്മേരെ മോളെ ലൈൻ വലിക്കുന്ന എനിക്കൊന്നും അറിഞ്ഞൂടെന്നാണ് ആ കള്ളപ്പത്തിയുടെ വിധാരം. വെറുതെ എന്നാ JCB ഡ്രൈവർ ആവണോന്ന് പറഞ്ഞത്? ഇതല്ലേ കാര്യം. പ്രായമൊക്കെ ആയില്ലടാ സുബ്രു, എനിക്കൊരു കൂത്തൊക്കെ വേണ്ടേ? അതൊക്കെ പോത്ത്. നിനക്ക് വലുതാവുമ്പോ ആരാവാനാണ് ആഗ്രഹം? എനിക്ക് പോലീസ് ആവാനാണ് ആഗ്രഹം. നാട്ടിലുള്ള കള്ളന്മാരെ മൊത്തം ഇടിച്ച് സൂപ്പാക്കണം. ഏതാ സുബ്രു, നാനാങ്കി JCB ഡ്രൈവറാണ്. ചിലപ്പോ തത്തയും മുത്തയൊക്കെ തെയ്യും. അപ്പൊ നീ കള്ളക്കേസ് കുതിക്കുന്ന അകത്താക്കാൻ നോക്കലേതാ. എന്താ സ്വപ്നമൊന്ന് JCB ഡ്രൈവർ ആവുന്നുള്ളത് കഥാ പറയാൻ പറ്റൂലതാ. എന്നാലും ഞാൻ നോക്കാം. ചുമ്മാ പക്രു, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേതാ? എങ്കിൽ നമുക്ക് സ്കൂളിൽ പോവാം. പതിലെങ്കിലും എന്റെ പിള്ളേരെങ്കിലും കാണാതാ. ഞാൻ വെള്ളിയാഴ്ച തന്നെ ഹോംവർക്ക് എഴുതിയായിരുന്നോ? ടീച്ചറെ ഉള്ളത് പറയാല്ല. ഞാൻ നല്ല ഹോംവർക്ക് എഴുതാൻ വേണ്ടി പെൻസിൽ എടുത്തപ്പോഴേ പെൻസിലിന്റെ മുനമ്പ് ഒതുന്നിരിക്കുന്നു. ആ പെൻസിൽ കട്ടർ വെച്ച് വെട്ടിയിട്ട് എഴുതാൻ മേലായിരുന്നോ? പറഞ്ഞ തീർക്കട്ടെ ടീച്ചറെ, തോക്കിക്കറി വെടിവെക്കാതിരിക്കേ. അങ്ങനെ പെൻസിൽ വെട്ടാൻ വേണ്ടി കത്തറെടുത്തപ്പോഴേ കത്തറില് മൂർത്തയില്ല. പിന്നെ ഞാൻ കത്തർ വാങ്ങിക്കാൻ വേണ്ടി കഥയെ പോയി. കഥയെ പോയപ്പോ കഥ അതച്ചിട്ടേക്കുന്നു ടീച്ചറെ. അപ്പൊ ഹോംവർക്ക് എഴുതിയിലാണ് സാരം. കത്തറില്ലാതെ എങ്ങനെ ഹോംവർക്ക് എഴുതും ടീച്ചറെ? ഞാൻ കള്ളല്ല പറയുന്നത്. കള്ള പറഞ്ഞാലേ കണ്ണ് പൊത്തിപ്പോവും. ഗ്രീൻ കളർ സത്യം. നീ എഴുതിയായിരുന്നോ? ടീച്ചറെ, ഹോംവർക്ക് എഴുതാൻ എന്താ കയ്യിൽ എറൈസറില്ലായിരുന്നു. എറൈസർ വെച്ചാ നീ ഹോംവർക്ക് എഴുതണ? അതല്ല ടീച്ചറെ, ഹോംവർക്ക് എഴുതിക്കൊണ്ടിരുന്നപ്പോഴേ തെറ്റിപ്പോയി. വായിക്കാൻ നോക്കിയപ്പോഴാ റബ്ബർ കത്തയില്ല. അങ്ങനെ നീ കടയിൽ റബ്ബർ വാങ്ങാൻ പോയി. പോയപ്പോ കട അടച്ചിരിക്കണം. അതുകൊണ്ട് ഹോംവർക്ക് എഴുതിയില്ല. അയ്യോ, ടീച്ചർ എങ്ങനെ മനസ്സിലായി? ടീച്ചർ സംഭവം തന്നാ രണ്ടെണ്ണം കണക്ക് തന്നെ. എന്തൊരു അത്ഭുതമല്ലേ ടീച്ചറെ. ഞാൻ പോയപ്പോഴും സുബ്രു പോയപ്പോഴും കഥ അതിർത്തിട്ട് അയക്കാന്ന്. എന്താ കഥ കോപ്പി എടുക്കാൻ നിനക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞതാ പത്തി? ഇന്ന് രണ്ടെണ്ണത്തിന്റെ വീട്ടിൽ വിളിക്കണുണ്ട്. ടീച്ചറെ, വീട്ടിൽ വിളിക്കുമ്പേ അമ്മയടുത്ത് 10 മണി കൊണ്ടുവരാൻ പറയണേ. ഞാൻ എടുക്കാൻ മറന്നുപോയി. വെറുതെ വേണ്ട, ടീച്ചർ കൂടെ 2 ചിപ്സ് തരാം. ഒത്തിരി കഴിക്കാം. പക്ഷെ 2 തരൂ. പാത്തു, നിന്റെ പൊന്മുരി ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. അവനെ മാത്രമേ പോയോളൂ? അല്ലല്ല, പൊന്മുടി പോയി, സോയില് പോയി, മൂസത്ത് പോയി, ലുലുമാലി പോയി. പിന്നെ നേരെ കുഴിമന്തിയും കഴിച്ചിട്ട് വീട്ടിൽ വന്ന്. കുഴിമന്തി കഴിച്ചാ? പക്രു സുബ്രു അവധിയാ പോയില്ലേ? ഞാൻ തന്റെ കുത് പെരുകമല തന്തേ പോയി. ചുമ്മാ ഞാൻ പറഞ്ഞോളാം. നമ്മള് ഇന്നലെ ദുബായ് മാർക്കറ്റിൽ പോയി. ദുബായില് പോയാ? എങ്ങനെ പോയാ? ദാമോന്റെ കൊഞ്ചല് ദ്വീപിലാണ് പോയാ. പറന്ന് തന്നെ പോയാ? പിന്നെ പറന്നല്ലേ പോയാ. ദാമോനെ മാത്രല്ല, ദ്വീപില് കിളികൾ ഉണ്ടായിരുന്നു. അപ്പൊ പറക്കാതിരിക്കോ പാത്തു? അപ്പൊ ബൗദ്ധി ഈത്തപ്പോ തോക്കളത്തൊക്കെ വാങ്ങിച്ച് കാണുവോലാ? എനിക്ക് എവിടെ? അപ്പഴേ ഈ സുബുര പറഞ്ഞതാണ്. സുബ്രു, നീ ബൗണ്ടി ഈത്തപ്പോ ബദാമെന്നിട്ട് കഴിക്കല്ലേ, കുറച്ച് പാത്തൂന്ന് വെച്ചേക്കാനെന്ന്. ഒന്നും കേട്ടില്ല, എല്ലാം ഒത്തേക്ക് കഴിച്ച് വല്ലാത്ത കഷ്ടായി പോയി. ഏതാ പക്രു? അല്ലെങ്കിൽ സുബ്രു ഒരു കൊതിയം തന്ന തോന്നി പാത്തു. അടുത്തതിന് കത്തറി പോകും. അപ്പൊ വാങ്ങി തന്നു വരാമേ. പക്രു, നീ പൊന്മുതിയൊക്കെ കണ്ടിട്ടുണ്ടാതാ? നമ്മളെ ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുണ്ട മുതി കണ്ടിട്ടുണ്ട്. ഞാനാണെങ്കി ഇതൊന്നും കണ്ടിട്ടില്ല. ഞാൻ പക്ഷേ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. എത്ര ദിവസം കൊണ്ട് അമ്മയടുത്തും അച്ഛൻ്റെ അടുത്ത് പറയുന്നു എന്നൊന്ന് എവിടെയെങ്കിലും കൊണ്ടുപോവാൻ. ഏതാ സുബ്രു, നമ്മളെ വീട്ടുകാരുടെ അവസ്ഥ നമ്മളെ മനസ്സിലാക്കണം. അവരുടെ മനഃപൂർവ്വമാണ് നമ്മളെ കൊണ്ടുപോകാത്തത്. പൈസ ഇല്ലാത്തോണ്ടല്ലേ. നീ വിഷമിക്കണ്ട സുബ്രു, നമുക്ക് പോവാം പൊന്മുതിയിൽ. പോവാനുള്ള പൈസയാ? അത് നമുക്ക് കാന്തി പൊത്തിക്കാതാ. ബാക്കി പൈസ എന്റെ അത്തന്റെ ഷർട്ടിൽ നിന്ന് എഴുതിത്തോളാം. നീ എല്ലാം നേരത്തെ പറഞ്ഞ വീട്ടുകാരുടെ അവസ്ഥ മനസ്സിലാക്കുന്നൊന്ന്.
അവസ്ഥ മനസ്സിലാക്കിയാതി പക്ഷെ എതുക്കേണ്ടി വന്നാ എതുക്കണം അതെന്ത് ചെയ്യാൻ ആ നമ്മൾ എങ്ങനെ പോവോതാ? ബസ്സിൽ പോവാതാ ഏത് ബസ്സില്? ഏത് ബസ്സിൽ കയറിയാലും അത് നേരെ പൊന്മുതിയിലാണ് പോന്നത് അത് നിനക്ക് അറിഞ്ഞതായിരുന്നല്ലേ ഏതാ ഈ പൊന്മുതിയിലെ എന്തൊരു കാണാവുള്ള? എന്തൊരു അറിവ് വെച്ച് പൊന്മുതിയിൽ എന്തൊക്കെയോ ഉണ്ട് നമുക്ക് പോയി നോക്കാം സുബ്രു നമ്മൾ പറഞ്ഞതുപോലെ നാളെ നമ്മൾ പൊന്മുതിയിൽ പോകുന്നു നീ ഫോൺ എടുക്കാൻ മറക്കല്ലേതാ ഓതാ പിന്നെ നീ ഫോണെന്ന് പറഞ്ഞ് കാൽക്കുലേറ്റർ എടുത്തോണ്ട് വരല്ലേതാ? ഇല്ല എനിക്ക് മാറിയൊന്നും പോകൂല ഞാൻ ഒരു കാൽക്കുലേറ്റർ മൊബൈൽ ഇങ്ങനത്തെ തിരുത്തം നോക്കാൻ വന്നതാ പിന്നെ നാളെ വീട്ടുകാർക്ക് നോക്കുമ്പോഴേ ട്യൂഷന് പോണെന്ന് പറഞ്ഞാ മതിയേ കേട്ടാ ഓക്കെ ഓക്കെ. ഈ രാവിലെ എങ്ങോട്ട് കൊണ്ടാ? ഞാൻ തൂറാൻ പോണ് ഞാൻ ട്യൂഷന് പോന്ന് എന്താടാ ഒരു കള്ള ലക്ഷണം? എന്താ പൊന്ന് വല്യമ്മ നിങ്ങൾ വിചാരിക്കും പോലെ ഞാൻ വെളുപ്പാങ്കാലത്ത് എന്റെ പെണ്ണിനെ കാണാൻ പോന്നെന്നും അല്ല എനിക്ക് പെണ്ണും പിറക്കോതിയൊന്നും ഇല്ല അയ്യ മുട്ടേന്ന് വിരിഞ്ഞില്ല. എങ്ങനെങ്കിലും ട്യൂഷന് പോയി രണ്ടക്ഷരം പലത്ത് ജോലി വാങ്ങിട്ട് പൊന്മുതിയില് പോത്ത് പൊന്മുടിയാ? പൊന്മുത്ത് എന്ന താറാവിന്റെ കഥ വായിച്ചിട്ടുണ്ടോ വല്യമ്മ നല്ല രസമാണ് അപ്പൊ ഞാൻ പോത്താ വല്യമ്മ മുതി 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 പൊന്മുതി. എവിടെ പോണ്ടാ ട്യൂഷന് പോണച്ചാ. ഏത് ട്യൂഷൻ പൊന്മുതി അല്ല പൊന്മുതിന്ന് വന്ന കണക്ക് സാറിന്റെ ട്യൂഷൻ. സാറിന്റെ പേരെന്തര് പൊന്നപ്പൻ പോട്ടാ ട്യൂഷന്. ഏതാ പക്കരു നമ്മൾ എത്ര നന്നിട്ട് പൊന്മുതി എത്തല്ല. നീ പേടിക്കുന്നതാ സുബ്രു നമുക്ക് വഴി തെറ്റിയാലേ എന്റെ ഫോണിൽ ഗൂഗിൾ മാപ്പ് ഉണ്ട് പക്ഷെ ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ ഏതാ സുബ്രു ഇനിയിപ്പോ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാനൊന്നും വലിയ കാര്യമുള്ളതാ അതെന്ത്? മൊബൈലിന് പേര് എത്തുന്ന കാൽക്കുലേറ്റർ ആയി പോയി ഇതിപ്പോ എന്ത് ചെയ്യോതാ? ഇനിയിപ്പോ എന്തര് ഇതില് ഒന്ന് രണ്ടൊക്കെ കുത്തിയിരിക്കാം 1+2 4 അതും തെറ്റി അയ്യോ എനിക്കെന്റെ അമ്മേനെ കാണണം അച്ഛനെ കാണണം വീട്ടിൽ പോണം. അയ്യോ സുബ്രു നീ ഇന്ന് കരയാതാ നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ കാത് എങ്കിൽ ഇങ്ങോട്ട് പോവാം ഇവിടെ കാത്. നീ കരയാതാ നമുക്ക് കിങ്ങന്റെ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച പപ്സും വെള്ളവും കേട്ട് കുതിക്കാം എന്താ പനി അന്നൂരാതെ നിക്കുമ്പോഴാണ് നമ്മുടെ തീറ്റപ്രാന്ത്. ഇനിയിപ്പോ ഒന്നും നോക്കാല്ല നിന്റെ ഫോൺ വെച്ചേ വീട്ടിൽ വിളിക്കാം നമുക്ക് അയ്യോ എന്താ എന്ത് പറ്റി ഫോണിൽ സ്ക്രീൻ ലോക്ക് ഉണ്ടായിരുന്നു എനിക്ക് അന്നൂതതാ. അയ്യോ എനിക്ക് വീട്ടിൽ പോന്നെ എന്റെ അച്ഛനും അമ്മ കാണേ. അയ്യോ സുബ്രു നീ കരയാതാ കഥവേദ ശബ്ദം രണ്ടുപേരും പൊന്മുടി എത്തിയ രഘുവല്യത്തൻ അത് പിന്നെ വല്യത്താ പിന്നെ പൊന്മുതിയിലെ ട്യൂഷന് പോയപ്പോ നമ്മള് അങ്ങനെ നീ വീട്ടിൽ നിന്ന് കള്ള ലക്ഷണത്തോടെ ഇറങ്ങിയപ്പോഴേ ജലജ എന്റെ അടുത്ത് പറഞ്ഞു എന്തോ ഏടാ കൂടെ ഒപ്പിക്കാനാണെന്ന് ഇതിനായിരുന്നു എല്ലാടാ രണ്ടെണ്ണം കൂടി ഇനിയിപ്പോ എന്തൊരു പരിപാടി വീട്ടില് പോവാ വല്യച്ച അപ്പൊ പൊന്മുടി പോണ്ടേ പക്രുവിന്റെ വല്യത്തിന് പൊന്മുതി പോകാതെ വഴിയൊക്കെ അറിയാല്ലേ? വഴി അറിഞ്ഞൂടെങ്കിലും കുഴപ്പമില്ല മക്കളെ എന്റെ ഫോണിലെ ഗൂഗിൾ മാപ്പ് ഉണ്ട് അയ്യോ ഒരു പ്രശ്നമുണ്ട് മക്കളെ എന്തൊരു വല്യത്ത ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി സിംഗം അല്ലേ അത് ശബ്ദമൊക്കെ കൂടി വരണം മക്കളമാരെ ഇനി ഒന്നും നോക്കണ്ട ഓടിക്കോ ഏതാ വല്യത്ത ഓടിയതാ നമുക്ക് ഓടാം പക്രു ഞാൻ വന്ന്